ശ്രീ നേമം ഷജീർ, ഇപ്പോൾ ജനങ്ങൾ യഥാർത്ഥത്തിൽ എന്താണ് ചെയ്യേണ്ടത്? ഇനിയിപ്പോൾ എല്ലാ കാലവും ഇങ്ങനെ തന്നെയായിരിക്കും. നമുക്ക് ഈ അർബൻ ഫ്ലഡൊക്കെ ഉണ്ടാവുക എന്ന് പറയുന്നത് നഗരവാസികളുടെ ഒരു തലവിധിയാണ്. നേരത്തെ ശ്രീ യുവരാജ് ഗോകുൽ ചൂണ്ടിക്കാണിച്ചതുപോലെ തിരുവനന്തപുരംകാരൻ അങ്ങനെ അങ്ങ് അഹങ്കരിക്കേണ്ട എന്നൊക്കെ വിചാരിച്ചിട്ട് ഇത് നമ്മൾ ഉള്ള കാലം അനുഭവിക്കേണ്ട ഒരു കാര്യമാണ് എന്ന് വിചാരിച്ചിരിക്കേണ്ടതുണ്ടോ, അതോ ഇതിനൊരു പരിഹാരം കാണുക എന്ന് പറയുന്നതിനൊരു ജനകീയ പ്രതിരോധം ഉയർന്നു വരേണ്ടതുണ്ടോ? നമുക്ക് ഇതിനേക്കാൾ വെള്ളക്കെട്ടുള്ള പല പ്രദേശങ്ങളും വളരെ ശാസ്ത്രീയമായി ഭരണാധികാരികൾ നേരിട്ട ചരിത്രവും സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇത് ഒരിക്കലും തീരാൻ പറ്റാത്ത വിഷയമായിട്ടൊന്നും നമുക്ക് കാണാൻ കഴിയില്ല. ഇവിടെ ഇതെല്ലാം ചെയ്തു എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ഇപ്പോഴും വെള്ളപ്പൊക്കം ഉണ്ടാകുന്നു, എന്തുകൊണ്ട് നിങ്ങൾ ഇത്രയധികം പദ്ധതികൾ ചെയ്തിട്ടും ഉണ്ടായില്ല എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. എന്നാൽ പ്രത്യക്ഷമായ നിരവധിയായിട്ടുള്ള വീഴ്ചകൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. അതെങ്കിലും കുറ്റസമ്മതം നടത്തട്ടെ. ഈ ശുചീകരണ പ്രവർത്തനത്തിന് വേണ്ടിയുള്ള മഴക്കാല പൂർവ്വ പ്രവർത്തനത്തിന് വേണ്ടിയുള്ള ഫണ്ട് അനുവദിക്കുന്നതിൽ വൈകിയത് വീഴ്ചയല്ലേ? ഇത് സ്മാർട്ട് സിറ്റി പദ്ധതി എല്ലാ റോഡുകളും നിങ്ങൾ ഒരുമിച്ച് പൊളിച്ചതിലൂടെ ഉണ്ടായ ആ ഒരു പ്രശ്നം എന്തുകൊണ്ട് ഘട്ടഘട്ടമായി ചെയ്യുന്നില്ല എന്നുള്ള ഒരു വീഴ്ച, അത് പ്രത്യക്ഷമായിട്ടുള്ള ഒരു ഏറ്റവും പ്രധാനപ്പെട്ട വീഴ്ചകളല്ലേ? അതെന്തുകൊണ്ട് നിങ്ങൾ അംഗീകരിക്കുന്നില്ല? എപ്പോൾ തീരുമെന്ന് ചോദിച്ചാൽ പോലും നിങ്ങൾക്ക് മറുപടിയില്ലാത്ത ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നു. നിങ്ങൾ എപ്പോൾ ചോദിച്ചാലും നിരവധി മീറ്റിംഗ് വിളിക്കുന്നു, ഞങ്ങൾ ചർച്ച ചെയ്യുന്നു, അർബൻ ഫ്ലഡിനെ കുറിച്ച് വലിയ വിശകലനം നടത്തുന്നു, ഇതിനുവേണ്ടി പദ്ധതികൾ നടപ്പിലാക്കുന്നു. എവിടെയാണ് റിസൾട്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഇവിടെ ജനങ്ങളുടെ മുന്നിൽ ഒരു മാർഗ്ഗം മാത്രമേ ഉള്ളൂ. ജനങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ജനങ്ങൾ മാറ്റി ചിന്തിക്കുക എന്നുള്ളതാണ്. ഇവരെ കൊണ്ട് 40 വർഷമായി ഇവരെ കൊണ്ട് ഇത് പരിഹരിക്കാൻ കഴിയുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം കേരളത്തിൽ അല്ലെങ്കിൽ തിരുവനന്തപുരത്തെ ജനങ്ങൾ അത് ബോധ്യപ്പെട്ട് കഴിഞ്ഞു. അതിനനുസരിച്ചുള്ള തീരുമാനം വരും തെരഞ്ഞെടുപ്പുകളിലും ഈ മറ്റു കാര്യങ്ങളിൽ ഉണ്ടാകുമെന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. കാരണം എത്രമാത്രം അവസരങ്ങൾ കൊടുത്തു. ഇതെല്ലാം ഈ വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോഴും അതിനെ നിയന്ത്രിക്കാൻ കഴിയാതെ കാഴ്ചക്കാരായി നോക്കി നിൽക്കുന്ന ഭരണാധികാരിയല്ലേ? അതല്ലെങ്കിൽ തന്നെ തിരുവനന്തപുരം നഗരസഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, മാതൃകാപരമായി നിങ്ങൾ നടപ്പിലാക്കിയ ഒരു പദ്ധതി പറയാൻ പറ്റുമോ അഭിമാനത്തോടു കൂടി? ഈ നഗരസഭ പോലും അറിയപ്പെടുന്നത് കുപ്രസിദ്ധിയുടെ പേരിലല്ലേ? നമ്മൾ എത്ര നമുക്കറിയാം, ഇല്ലാത്ത പൊങ്കാലയുടെ പേരിൽ, ഇല്ലാത്ത വാഹനത്തിൻ്റെ പേരിൽ ഇൻഷുറൻസ് എടുത്ത് തട്ടിപ്പ് നടത്തുന്നു, നിയമന തട്ടിപ്പ്, അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ മൾട്ടി ലെവൽ പാർക്കിങ്ങിന്, അങ്ങനെ എത്രമാത്രം വിഷയങ്ങളിൽ കുപ്രസിദ്ധി ആർജിച്ച ഒരു മേയറായി അല്ലെങ്കിൽ ഒരു നഗരസഭയായി മാറിയിരിക്കുന്നു. ജനങ്ങൾക്ക് ഉപകാരമുള്ള ഒരു പദ്ധതി പോലും നടപ്പിലാക്കിയതായി അവകാശപ്പെടുന്നില്ല. ഇത്രയധികം പദ്ധതികൾ നിങ്ങൾ നടപ്പിലാക്കി എന്ന് പറയുമ്പോഴും ഇപ്പോൾ വെള്ളക്കെട്ടുണ്ട്. ഇവിടെ ഇരുന്ന് പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ പറയുമ്പോഴും വെള്ളക്കെട്ടാണ്. അപ്പോൾ ജനങ്ങൾ എന്താണ് വിശ്വസിക്കേണ്ടത്? നിങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞതാണോ വിശ്വസിക്കേണ്ടത്? കൺമുന്നിൽ കാണുന്ന വെള്ളക്കെട്ടിനെയാണോ വിശ്വസിക്കേണ്ടത്? നിങ്ങളെക്കൊണ്ട് കഴിയില്ല എന്നുള്ളതാണ് ഇതിൽ ബോധ്യപ്പെടാൻ കഴിഞ്ഞത്. പിന്നെ അതായത് ഒരു ഭരണകർത്താവ് എന്ന രീതിയിൽ പരാജയപ്പെട്ടവരായി നിങ്ങൾ മാറിയിരിക്കുന്നു. നിങ്ങൾക്ക് ദീർഘവീക്ഷണമില്ല. മിനിമം പദ്ധതി പോലും നടപ്പിലാക്കാൻ കഴിയാത്ത രീതിയിൽ നിങ്ങൾ മുമ്പോട്ട് പോകുന്നു. നമ്മുടെ പരിസരത്തുള്ള നമ്മുടെ വീടുകളിൽ വെള്ളം കയറുമ്പോഴെങ്കിലും നമ്മൾ ചെയ്യുന്ന മിനിമം കാര്യങ്ങളുണ്ടല്ലോ, ഓട വൃത്തിയാക്കൽ, മണ്ണ് വാരൽ, അതുപോലും ചെയ്യാൻ കഴിയാത്ത രീതിയിൽ, കൃത്യമായി ഫോളോ അപ്പ് ചെയ്യാൻ കഴിയാത്ത രീതിയിൽ ദയനീയമായി മാറി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.